ആക്ച്വലി ഞാൻ ഈ പടം കാണാൻ വിചാരിച്ചതേ അല്ല. ഒന്നാമത് ഞാൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമ കോട്ടയത്തെങ്ങും ഒരു തിയേറ്ററിൽ പോലും ഓടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഫസ്റ്റ് പാർട്ട്, അതായത് 2020 ഇറങ്ങിയ ഗ്രീൻലാൻഡ് ഞാൻ വെറുതെ ഇരുന്ന് കണ്ടു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കോമറ്റ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നതും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നായകനും കുടുംബവും ഇങ്ങനെ ശ്രമിക്കുന്നതും ഒക്കെയാണ് സിനിമയുടെ കഥ. കിടിലം പടമാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, ഇമോഷണലി നന്നായിട്ട് കണക്ട് ആകുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം തോന്നി. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്ന് ഉച്ചയ്ക്ക്, ഇന്നെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് കേട്ടോ, ഉച്ചയ്ക്ക് ഞാൻ വിട്ടു കൊച്ചിയിൽ, അതായത് മരട് ഫോറം മാളിൽ പോയിട്ട് പടം കണ്ടു. ഈ പടം എറണാകുളം, തിരുവനന്തപുരം അങ്ങനെ PVR ഉള്ള ഇടങ്ങളിൽ മാത്രമേ പടം ഓടുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗ്രീൻലാൻഡ് സിനിമയുടെ സെക്കൻഡ് പാർട്ട്, ഗ്രീൻലാൻഡ് മൈഗ്രേഷൻ, അങ്ങനെയാണ് തിയേറ്ററിൽ എഴുതി കാണിച്ചത്. പക്ഷേ പോസ്റ്ററുകളിലൊക്കെ ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്നാണ്. whatever. സോ റിക് റോമൻ വൗ സംവിധാനം ചെയ്ത് ജെറാർഡ് ബട്ട്ലർ, മെറീന ബാക്കറൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് സർവൈവൽ ഡിസാസ്റ്റർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. അപ്പോൾ ഗ്രീൻലാൻഡ് 2 ഇത് ആദ്യ സിനിമയുടെ ഡയറക്റ്റ് സീക്വൽ ആണ്. ആദ്യ സിനിമയിലെ സംഭവങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പടത്തിലുള്ളത്. നമ്മുടെ നായകനും കുടുംബവും രക്ഷപ്പെട്ട് ഗ്രീൻലാൻഡിലുള്ള ഒരു ബങ്കറിലാണ്. പക്ഷെ അവിടുത്തെ സാഹചര്യം ഒന്നും ഒട്ടും അനുകൂലമായിരുന്നില്ല, നല്ലതായിരുന്നില്ല. തുടർന്ന് അവർ അവിടെ നിന്ന് നടത്തുന്ന ഒരു സാഹസിക യാത്രയാണ് ഈ സിനിമ പറയുന്നത്. ഇനി ഈ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമുണ്ടായിരുന്നു. കുറെ കിടിലൻ രംഗങ്ങളുണ്ട്. അതായത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സീനുകൾ ഫസ്റ്റ് ഹാഫിലുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ നല്ലതാണ്, എന്നാൽ അതേസമയം ചില കാര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ 2 തരത്തിലുള്ള ഫീൽ തോന്നിയത് കൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മിക്സഡ് അനുഭവമായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇതൊരു മോശം പടമൊന്നുമല്ല കേട്ടോ. വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഇവർ ഈ ഡിസാസ്റ്ററുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന കുറെ സീക്വൻസുകളൊക്കെ ഭയങ്കര രസമാണ്. നായകന്റെ ഇൻട്രോ സീനിൽ തന്നെയുള്ള ഒരു ജസ്റ്റ് എസ്കേപ്പ് മൊമെന്റ് ഉണ്ട്. അതുപോലെ കടലിൽ കൂടി പോകുന്ന സംഭവം, സുനാമി രംഗം, അങ്ങനെ എൻഗേജിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ സീക്വൻസുകൾ ഈ സിനിമയിലുണ്ട്. ശരിക്കും ഓരോ ലെവൽ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കഠിനമായിട്ടുള്ള ടാസ്കുകളൊക്കെ നൽകുന്ന ചില ഗെയിംസ് ഒക്കെ പോലെയാണ് ഈ പടം മുമ്പോട്ട് പോകുന്നത്. അതൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ്. നായകൻ ജോൺ ഗെറാറ്റി ആയിട്ട് വരുന്നത് ജെറാർഡ് ബട്ട്ലർ തന്നെയാണ്. ഭാര്യ അലിസൺ ആയിട്ട് വരുന്ന മെറീന ബാക്കറൻ. രണ്ടുപേരും കിടിലം പെർഫോമൻസ് ആണ്. അവരുടെ മകൻ നേതനായിട്ട് വരുന്ന റോമൻ ഗ്രിഫിൻ ഡേവിസ്. കഴിഞ്ഞ പാർട്ടിൽ വേറൊരു പയ്യനാണ് ചെയ്തത്, ഇത്തവണ വേറൊരാളാണ്. ഇവർക്ക് 3 പേർക്കുമാണ് ഇതിൽ പ്രാധാന്യം കൂടുതലുള്ള. 3 പേര് നല്ല പെർഫോമൻസ് ആണ്. പിന്നെ പുതുതായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട്. ആ റോളിൽ വന്ന ആൾക്കാരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കലി നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ക്യാമറ, ലൊക്കേഷൻ, ഗ്രാഫിക്സ്, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നല്ലതാണ്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നല്ലതാണ്. ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഡിസാസ്റ്റർ സീനുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കളർ ടോണും കൊള്ളാം. ഈ പടത്തില് പക്ഷെ ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു വൈകാരികതയൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയാം. ആദ്യത്തെ പടത്തിൽ ഒരു കൗണ്ട് ഡൗൺ നടക്കുന്നുണ്ട്. ഇന്ന ടൈമിനുള്ളിൽ അവിടെ എത്തണം, ശരിക്കും നമ്മളും ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യും, അങ്ങനെ കുറെ ടെൻഷൻസ്, ഒരു വല്ലാത്ത ഭീതി നമുക്ക് ആ പടം കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇതിൽ അത്രയ്ക്കും ടെൻഷനൊന്നും തോന്നിയില്ല, അല്ലെങ്കിൽ ടെൻഷൻ കുറച്ച് കുറവാണ്. ഫസ്റ്റ് പാർട്ടിലെ ചില രംഗങ്ങളൊക്കെ ഇമോഷണലി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് പറയാം. വളരെ നാച്ചുറൽ ആയിരുന്നു. പക്ഷെ ഇതിൽ സെക്കൻഡ് ഹാഫിൽ ഇവരെ ഇമോഷണൽ ആക്കാൻ വേണ്ടി നോക്കിയ ചില കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഒന്നും നൽകിയില്ല. ഫസ്റ്റ് സിനിമയുടെ എൻഡിങ് ഇടുമായിരുന്നെങ്കിൽ ഇതിന്റെ എൻഡിങ്ങിൽ ഇവര് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. തിയേറ്ററിൽ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല ചിരിയായിരുന്നു. അതേസമയം നിരവധി പ്ലോട്ട് ആമേഴ്സും ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും പ്രധാന കഥാപാത്രം അങ്ങനെയൊന്നും മരിക്കില്ല എന്നുള്ളത്. ഇതിലൊരു മാറ്റം വരുത്താൻ ഇവർ ശ്രമിച്ചെങ്കിലും അതും അത്ര സുഖകരമായിട്ട് വന്നില്ല. സോ മൊത്തത്തിൽ ഒരു വെർത്ത് വാച്ച് സർവൈവൽ ഡിസാസ്റ്റർ ത്രില്ലറാണ് ഗ്രീൻലാൻഡ് മൈഗ്രേഷൻ. കുറേയധികം കിടിലൻ സീനുകൾ കൊണ്ട് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം കൂടിയാണെന്ന് പറയാം. കണ്ടാൽ, അതായത് തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങൾ ഈ പടത്തിന് ഉണ്ട് താനും, അത് ഓർക്കുക. പിന്നെ ഈ പടം കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കാണുക. അതിന്റെ ബാക്കിയാണ് ഈ സിനിമ. ആ സിനിമ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കാണുക. നല്ലൊരു പടമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ ത്രില്ലർ മൂവിയാണെന്ന് പറയാം. എനിക്ക് ആ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ആ സിനിമ ലയൺസ് ഗേറ്റ് പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും ഡീസന്റ് ത്രില്ലറാണ്. ഈ പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിലാണ് കാണാൻ പറ്റുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.